ഹലോ ഗൈസ്, ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. അങ്ങനെ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു കോഴിക്കുട്ടികൾ തള്ള ചത്തിട്ട് എന്താ ചെയ്യാന്നറിയാണ്ട് വേറെ കോഴികൾ വെച്ചു കൊടുക്കാനുമില്ല. കൂടെ കോഴിമുട്ട വെച്ചു കൊടുക്കാനുള്ള സംവിധാനമില്ല. അപ്പോൾ നേരെ അകത്ത് കൊടുന്നിട്ടേ ഒരു പെട്ടിയിൽ സാധാ നമ്മളെ ഉപയോഗിക്കുന്ന സാധാ CF-ൻ്റെ ബൾബ് വെച്ചിട്ട് 3 ആളിപ്പോൾ വിരിഞ്ഞ് 4 വിരിഞ്ഞ് ഒന്നിന്നലെ അവിടെ തള്ളൻ്റെ വേറൊരു തള്ളുണ്ട്, അതിൻ്റെ ഔട്ടെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ 3 ആൾ ഏകദേശം ഒരു 4 മണിക്ക് വച്ചായിട്ടപ്പോൾ ഒന്ന് നോക്കിയേ ഈ ബൾബിന് വിരിയോന്നുള്ള കാര്യത്തിലിരുന്നു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും വിരിഞ്ഞ് ആളുകൾ പുറത്തെത്തിയിട്ടുണ്ട്. എത്ര ചൂട് മതിയാവുക എന്താ അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ കേസ് നമ്മളെ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 3 കുട്ടികളായിട്ടേ കണ്ടില്ല നിങ്ങൾ എത്ര ചൂട് പോരാകണുള്ളൂ. ഇപ്പോൾ വേറൊരു ഉമ്മ ഉണ്ട്, അമ്മാൻ്റെ അടുത്ത് കണ്ടെത്തണം. ആ ചൂട് ആവണുള്ളൂ. ഏകദേശം 4 മണിക്കാണ് ഇപ്പോൾ നമ്മൾ എണിച്ചത്. പുലർച്ചെ 4 മണിക്കാണ് അവരത് നുളോളി കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തേനീച്ചക്കൂട് ഉണ്ടാക്കിയെന്ന് മുന്നേ തേനീച്ചക്കൂടിൻ്റെ വീഡിയോ ഇതിൽ ആ തേനീച്ചക്കൂട്ടിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ തേനീച്ചക്കൂട് ഇപ്പോൾ എടുത്തുറന്നിട്ട് വേറെ ഇൻക്യുബേറ്ററൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇതിപ്പോൾ 3 ആക്കായിട്ട് ഇൻക്യുബേറ്റർ ചാലാക്കിയാലോട്ട് ശരിയാവില്ല. അപ്പോൾ ഇതിനുള്ളിലോട്ട് വെച്ചിട്ടേ അതിലാണ് പോലെ കിടക്കുന്നത് 3 പയ്യങ്ങൾ. വേറോടൊപ്പം ഒന്ന് വിരിണ്ടുണ്ട്. അപ്പോൾ അവരെ കൂട്ടത്തിലൊക്കെ ആക്കി കൊടുത്താൽ മതി. അവരെ കൂട്ടത്തിലോട്ടാണ്ട് വെച്ച് കൊടുത്താൽ ശരിയായിക്കോളും. ഹലോ, നമ്മളെ കുട്ടികളെ കണ്ടേ 3 പൈതങ്ങളുണ്ട്. 3 പൈതങ്ങൾക്ക് ഉണക്കങ്ങണ്ട് വരണുള്ളൂ. അല്ല തൂവലിങ്ങനെ ഉണങ്ങി വരുന്നേ ഉള്ളൂ. അവിടെ അപ്പുറത്ത് കൂട്ടിൽ വിരൽ തുടങ്ങിയിരിക്കണ്. അവരാ വിരിച്ചിലും കൂടിയാണ് കഴിഞ്ഞാൽ വരാണ്ട് വെച്ച് കൊടുത്താൽ ക്ലിയറായിക്കോളും. കണ്ടില്ലേ, അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ. ഇനി വില അങ്ങോട്ട് മാറ്റണം. അവിടെ തന്നെ ഇപ്പോൾ ഒരു 9 13 മുട്ടേറ്റപ്പാടെ ഉണ്ട് നിലവിൽ. 11 ഇതിൽ നിന്നൊരു കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുമുണ്ട്. 13 14 അപ്പോൾ എന്തായി എന്നുള്ള അറിയില്ല. ചിലപ്പോൾ അവിടെ കേടുണ്ടാവും. അവിടെ ചിലപ്പോൾ കേട് വരാൻ സാധ്യത ഉണ്ട്. എല്ലാം നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മളെ കൂട് തുറക്കാൻ പോകണം. കൂട്ടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ കോഴിക്കുഞ്ഞുങ്ങൾ എത്ര അയക്കണ് എന്നുള്ളത് അറിയില്ല. ടോർച്ച് അടിച്ചേ, ഉള്ളിലേക്ക് ടോർച്ച് അടിച്ചേ കണ്ട റെഡിയാണല്ലേ. നോക്കുക കുറച്ചും കൂടെ ഇങ്ങനെ തന്നെ അടിച്ചു കൊടുത്താൽ അവർ കഴിഞ്ഞുകൊണ്ട് ഇഞ്ചി പിടിക്കുക. ഇഞ്ചി പിടിച്ചോ, ക്യാമറ കറക്റ്റിന് പിടിക്കണം. കുറച്ച് നേരെ കളിയാറായിട്ട് നോക്കട്ടിട് വെക്കൂ. ചിലവ് ഇങ്ങനെ ഉത്തരക്കണതാ. അപ്പോൾ വിരിഞ്ഞിട്ടുള്ളല്ലേ, അപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ വിരിയുന്നുണ്ട്, ആയിട്ടില്ല, ആവണേ ഉള്ളൂ. പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുത്താൽ ഒരു ബാഗ് റെഡി ആയിക്കോളും. മറ്റത് എനിക്ക് പോരാൻ പണിയുണ്ടാവും. എന്നാൽ ഇത് ചൂട് കുറവാണ് കേട്ടോ. അല്ല, അവിടെ ചൂട് കുറവാണ്. കോയിനായിട്ട് ഇതിലേറെ ചൂടുണ്ട്.
ഒന്നാണ്ട് ചീന്തി വെച്ച് കൊടുക്കുക. ഒന്നാണ്ട് ചീന്തി കണ്ട് വെച്ച് കൊടുത്താൽ ക്ലിയറോ? ഇനി ആടിക്കോളൂ അല്ലേ? ഇനി ചാടി കടി ഇരിക്കണ അപ്പോൾ 2 മുട്ട കേട് വന്ന് ഒരു കുട്ടി ഇന്നലെ മിനിയാന്ന് ചത്തിട്ടും പോയി. അപ്പോൾ ഒരു മൊത്തം 4 കേട് വന്നിട്ടുണ്ട്. 3 കേട് വന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എന്തൊക്കെ പാടുന്നാവും. റെഡി ആയിട്ടില്ല. ഒന്നും കൂടി റെഡി ആയിട്ട് നമുക്ക് 1 മണിക്കൂർ മഴ കഴിയട്ടെ. അപ്പോൾ ശരിയാവും. ഇതെൻ്റെ ഈ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികളെ പെട്ടെന്ന് തള്ളരെടുത്ത് ഔട്ടിക്കാൻ വെച്ചു കൊടുക്കണം. പിടി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വലിയ തൂനുണ്ടോ? അണക്കട്ടെ അടിക്കാം. എല്ലാവരും നള്ളൻ്റെ അവിട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ കഴിച്ചിലാക്കണം. ഇനി നോക്കുക.